ചിത്തിരപുരത്ത് മണ്ണിടിച്ചിലിൽ ഒരു മരണമുണ്ടായിട്ടുണ്ട്. റിസോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് എടുക്കുന്നതിനിടെയുണ്ടായ അപകടമാണ്. 2 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നേരത്തെ ലാൽകൃഷ്ണൻ നൽകിയ വിവരം. അതിൽ ഒരു തൊഴിലാളി മരണമടഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ സ്ഥലപരിമിതി ഉണ്ട്, ചെറിയൊരു ഇടമാണ്. അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ സമയമായി അവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നത് ലാൽകൃഷ്ണൻ അറിയിച്ചതാണ്. ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആരാണ് മരണമടഞ്ഞത് എന്നതിൻ്റെയൊക്കെ വിശദാംശം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. 2 തൊഴിലാളികളാണ് കുടുങ്ങിയത് എന്ന വിവരമാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു റിസോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണെടുക്കുന്നതിനിടെ മൺകൂന ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിലാണ് ഒരു മരണം സ്ഥിരീകരിച്ചത്. അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട്. കൂടാതെ കൂടുതൽ ശക്തമായി തന്നെ മൺകൂനകൾ ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും തടസ്സം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് ചില പരിമിതികൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ലാൽകൃഷ്ണനുണ്ട്. ലാൽ, ഒരു തൊഴിലാളി മരണമടഞ്ഞു എന്ന വിവരം അതാണോ ഇപ്പോൾ പുറത്തു വന്നത്? കൂടുതൽ വിശദാംശം. അനുജ, തീർച്ചയായിട്ടും ഒരാൾ മരിച്ചു എന്നുള്ള വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാരാണ് മരിച്ചത് എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനിയും കിട്ടേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് ഇവരെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് JCB ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. അത് ഉടലും തലയും വേർപെട്ട രീതിയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആരാണ് മരിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന ആൾക്ക് അബോധാവസ്ഥയിലാണ്. അയാൾക്കും ജീവനുണ്ടോ എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ 2 തൊഴിലാളികളും ഇടുക്കി സ്വദേശികളാണ്. ഒരാൾ ആനച്ചാലിലെ ശംഖുപ്പടി സ്വദേശിയും ഒരാൾ അടിമാലി ബൈസൺ വാലി സ്വദേശിയുമാണ് എന്നതല്ലാതെ ഇവരുടെ പേരിൽ കൃത്യമായൊരു വിവരം കിട്ടിയിട്ടില്ല. രാജീവ്, രാജേഷ് എന്നീ 2 പേരുകൾ പറയുന്നുണ്ടെങ്കിലും അത് പോലീസും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഒടുവിൽ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ ആ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ കൂടുതലായി മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ഈ വിവരം കേട്ടറിഞ്ഞെല്ലാം ആളുകൾ വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിൽ വിവരം അനുസരിച്ച് 1 മണിക്കൂറിലേറെയായി ഇവിടെ 2 പേരെ മണ്ണിനടിയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ 2 പേരുടെയും മരണം സ്ഥിരീകരിച്ചതായി പറയപ്പെടുന്നുണ്ട്. 2 പേരെയും ജീവനോടെയല്ല കണ്ടെത്തിയത് എന്നുള്ള കാര്യമാണ്. 1 മണിക്കൂറിലേറെയായി ആ മണ്ണിനടിയിൽ അവർ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇത്രയേറെ വൈകിയത് കൊണ്ട് തന്നെ മരണം സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളില്ല. പക്ഷേ ഇതാരെല്ലാമാണ്, ഇവരുടെ പേര് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരാളുടെ മൃതദേഹം വേർപെട്ട രീതിയിൽ, ഉടലും തലയും വേർപെട്ട രീതിയിലാണ് കണ്ടെത്തിയെങ്കിൽ രണ്ടാമത്തെ ആളെ അതിന് സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഈ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ഇതിന് പാടായിട്ടുള്ളതാണ്. ശ്രമം വളരെ ദുഷ്കരമായിട്ടുള്ളതാണ്. എന്തായാലും 2 പേരെ കണ്ടെത്തി എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും 2 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അതായത് മരണം 2ആയി. 2 പേരാണ് മണ്ണിനടിയിൽപ്പെട്ടത്. ആ 2 പേരും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. അനുജ, ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ലാൽകൃഷ്ണൻ വലിയ അപകടമാണ് സംഭവിച്ചത്. മൺകൂന നല്ല ആഴത്തിലേക്ക് തന്നെ അത് ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്ന തരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് റിസോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു സംരക്ഷണ ഭിത്തി, അത് കുത്തനെയുള്ളൊരു പ്രദേശമാണ്, ഒരു മലഞ്ചെരിവാണ്. ആ പ്രദേശത്ത് ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലാളികളും JCB അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിയത്. JCB കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഈ മൺതിട്ട പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഒരവസ്ഥയിലുണ്ടായത്. അതായത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മണ്ണ് നീക്കി അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലാളികളടക്കമുള്ളവർ അവിടെ എത്തിപ്പെട്ടത്. ആ സമയത്ത് JCB കൊണ്ട് മണ്ണ് നീക്കുന്നതിനിടയിൽ മറുഭാഗത്ത് നിന്ന് മണ്ണ് കുത്തനെ താഴേക്ക് പതിക്കുകയായിരുന്നു. വലിയ അളവിലുള്ള മണ്ണ് തന്നെയാണ് പതിച്ചത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ നേരത്തെ പോലീസിനോടും ഫയർഫോഴ്സിനോടും വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന JCB കൊണ്ട് തന്നെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. പക്ഷേ പൊടുന്നനെ മഴ ശക്തമാവുകയായിരുന്നു. മഴ ശക്തമായതോടുകൂടി കൂടുതൽ മണ്ണിടിയാൻ തുടങ്ങിയതോടെ അവിടെയുള്ള തൊഴിലാളികളെ പൂർണ്ണമായി നീക്കി. മഴ നേരിയ തോതിൽ ശമിച്ചതിന് പിന്നാലെയാണ് വീണ്ടും രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതൽ നിലനിൽക്കുന്നതിനാൽ ഈ പ്രത്യേകിച്ച് പരിശീലനമുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയാൽ മതി എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവരം കിട്ടുന്നുണ്ട് ആനച്ചാൽ സ്വദേശി രാജീവാണ് മരിച്ചതിൽ ഒരാൾ എന്ന കാര്യത്തിൽ
ഇപ്പോൾ സ്ഥിരീകരണം വരുന്നുണ്ട്. രണ്ടാമത്തെ ആളെക്കുറിച്ചുള്ള വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അയാളുടെ പേര് വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആനച്ചാൽ ശംഖുപ്പൊടി സ്വദേശി ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ മൃതദേഹം അത് ഈ ശംഖുപ്പൊടി സ്വദേശിയായിട്ടുള്ള രാജീവിൻ്റേതാണ് എന്ന കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ ആരാണ് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും രണ്ടുപേരും മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആനച്ചാൽ സ്വദേശി രാജീവ്, ഒപ്പം തന്നെ പള്ളിവാസൽ സ്വദേശിയായ മറ്റൊരു തൊഴിലാളി, അങ്ങനെ 2 പേരാണ് മരണമടഞ്ഞത് ഈ അപകടത്തിൽ എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. മൺതിട്ട മാറ്റുന്നതിനിടെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. വലിയൊരു അപകടമാണ് ചിത്തിരപുരത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇടുക്കി ആനച്ചാലിലാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ കുറച്ച് സമയമായി ഈ തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി 2 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഉടലും തലയും വേർപെട്ട നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മറ്റൊരാളുടെ മൃതദേഹം കൂടി തൊട്ടു പിന്നാലെ കണ്ടെത്തി. ആശുപത്രിയിലേക്കൊന്നും എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് സമയം മുൻപാണ് ഈ അപകടമുണ്ടായത്. അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരുന്നതിന് ഒക്കെ ചില കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരവും ലാൽകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. ലാൽകൃഷ്ണൻ തുടരുന്നുണ്ട്. ലാൽ, ഇപ്പോൾ ഇതിൽ ഈ റിസോർട്ടിന് വേണ്ടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെയാണ് ഈ തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. അവർക്ക് ഇതിലൊരു സംരക്ഷണം ഒരുക്കാൻ ഒരുപക്ഷെ ഇതിൻ്റെ അധികൃതർക്ക് അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർ ഉൾപ്പെടെ ഇതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കരുതണമോ? കാരണം ഇത്ര വലിയ മൺതിട്ട JCBയുടെ സഹായത്തോടെ നീക്കുമ്പോൾ അത് ഇടിഞ്ഞു വീണ് മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അനുജ, സാധാരണഗതിയിൽ ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഖനനമടക്കമുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇടുക്കി ജില്ലയിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു പരിപാടികളും അത്തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവുള്ളതാണ്. പ്രത്യേകിച്ച് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളുള്ള ദിവസങ്ങളിലാണ് ഇത് പ്രായോഗികമായി നടപ്പിലാക്കാറുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നല്ല മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികളും ആരംഭിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു സുരക്ഷാ ക്രമീകരണങ്ങളില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ മലഞ്ചെരിവ് അടക്കമുള്ള മേഖലകളിൽ മരം വെട്ട് തൊഴിലാളികളാണെങ്കിലും നിർമ്മാണ തൊഴിലാളികളാണെങ്കിലും പ്രാഥമികമായ സുരക്ഷാ ക്രമീകരണങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടാകാറില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും JCB കൊണ്ട് മണ്ണെടുക്കുന്ന സമയത്ത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തീരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് നീക്കുന്ന സമയത്ത് ഇവരുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ ഇവരുടെ മേളിലേക്ക് മണ്ണ് വീഴുന്ന സ്ഥിതിയാണ് ഈ അപകടത്തിന് കാരണമായത്. അതും വലിയൊരു മൺതിട്ട പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 1 മണിക്കൂറിലേറെ മണ്ണിനടിയിൽ ഇവർ കുടുങ്ങിക്കിടന്നു. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിച്ചത്. അതിന് പ്രധാന കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശക്തമായ ആ മഴ പ്രദേശത്ത് പെയ്യുന്നതാണ്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ 2 പേരെയും ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു നിരാശാജനകമായ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. ആളുകളെ ആനച്ചാലിൽ നിന്നാണ്, ചിത്തിരപുരത്ത് നിന്നാണ് ഈ അപകട വാർത്ത വരുന്നത്. 1 മണിക്കൂർ മുൻപുണ്ടായ അപകടമാണ്. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനിടെ മൺതിട്ട ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. അവിടെ കനത്ത മഴയും പെയ്യുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം വൈകി. അങ്ങനെ 2 പേരുടെയും മൃതദേഹം അല്പസമയം മുൻപാണ് പുറത്തെടുത്തത്. ആ ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. JCB കൊണ്ട് മണ്ണ് മാറ്റുന്നതിനിടെ മൺതിട്ട പൂർണ്ണമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ആ മണ്ണിനടിയിൽപ്പെട്ട 2 തൊഴിലാളികളും മരണമടഞ്ഞിരിക്കുന്നു. അതിലൊരാൾ രാജീവ് എന്നയാളാണ്. മറ്റേയാളുടെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.